നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ക്രൂരകർമ്മങ്ങൾ മനുഷ്യർ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് അർജുനൻ ചോദിക്കുമ്പോൾ ഭഗവാൻ വളരെ സ്പഷ്ടമായിട്ട് ഗീതയിലെ 3-ാം അധ്യായത്തില് അതിലെ 37-ാമത്തെ ശ്ലോകം അതിൽ അദ്ദേഹം പറയും, കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ. രജോ ഗുണത്തിൽ നിന്ന് ഉണ്ടാകുന്ന കാമവും ക്രോധവും അതാണ് മനുഷ്യനെ കൊണ്ട് ക്രൂരകർമ്മങ്ങൾ ചെയ്യിക്കുന്നത്, ക്രൂരമായി ചിന്തിപ്പിക്കുന്നത്. ഈ ലോകത്തുണ്ടാകുന്നതായ എല്ലാ വിപത്തുകൾക്കും ആസ്പദം അതാണ് എന്ന് അല്ലയോ അർജുന അറിഞ്ഞുകൊള്ളണം. മഹാസനോ മഹാപാപ്മ വിദ്യേനം ഇഹ വൈരിണം. ആ കാമവും ക്രോധവുമാണ് വൈരി, ശത്രു എന്ന് അറിഞ്ഞുകൊള്ളണം. അത് നാം ആ കാമത്തെയും ക്രോധത്തെയും ചെറിയ 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 സമ്മാനങ്ങൾ കൊണ്ട് സമ്മാനിച്ചാൽ, ആഗ്രഹിക്കുന്നത് നടത്തിക്കൊടുത്തു കഴിഞ്ഞാൽ അത് വർദ്ധിക്കും. തീയില് നെയ്യ് ഒഴിക്കുന്തോറും തീ ആളിപ്പടരും. നെയ്യ് ഒഴിച്ചാൽ തീ കെട്ടുപോവില്ല. നെയ്യ് കിട്ടാൻ ആണല്ലോ തീ ഇങ്ങനെ കത്തുന്നത് എന്ന് കരുതി അല്പം നെയ്യ് കൊടുക്കാം, എണ്ണ ഒഴിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അത് ആളിപ്പടരും. അതാണ് മഹാസനനാണത്. കൊടുക്കുന്നതിന് അത് വളരും, അതിനെല്ലാം വിഴുങ്ങിക്കൊണ്ട് വളരും, വലിയ പാപങ്ങൾ ചെയ്യും. കൊടിയ പാപത്തെക്കുറിച്ച് ദുര്യോധനൻ ഇതാ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ശത്രു. ഈ കാമവും ക്രോധവുമാണ് ശത്രു. മനുഷ്യന്റെ മനസ്സിലിരുന്ന് മനുഷ്യനെ കൊണ്ട് ക്രൂരകർമ്മങ്ങൾ ചെയ്യിക്കുന്നു. അതാണ് പ്രപഞ്ചത്തില് ദുഃഖങ്ങൾ ഉണ്ടാകാനുള്ള ഒരു വലിയ ഉപാധി. മനുഷ്യൻ ഉണ്ടാക്കുന്ന ദുഃഖങ്ങളാണ് ലോകത്തിൽ 99% സകല യുദ്ധങ്ങളും സകല അതിക്രമങ്ങളും, സാമ്പത്തികമായിട്ടുള്ള അതിക്രമങ്ങൾ, സാമൂഹികമായിട്ടുള്ള അതിക്രമങ്ങൾ, ഇങ്ങനെ സകല അതിക്രമങ്ങളും കോളനി വാഴ്ചകളും ഇതെല്ലാം മനുഷ്യ മനസ്സിന്റെ ഉള്ളിലിരിക്കുന്ന കാമക്രോധാദികളിൽ നിന്ന് ഉൽപ്പന്നമാകുന്നവയാണ്. അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് നാം ഇവിടെ കാണുന്നത്. കാമക്രോധാദികൾ നിറയുന്ന മനസ്സില് പിന്നെ ദൈവീ സമ്പത്തിന് ഇടയില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. ആസുരീ സമ്പത്താണ് അവിടെ നിറഞ്ഞു വിളങ്ങുക. അജ്ഞാനം കൂടി ചേരുമ്പോഴോ പിന്നെ അതിന്റെ കാമക്രോധാദികളുടെ വളർച്ചയ്ക്ക് പിന്നെ ഒരു പരിധി ഉണ്ടാവില്ല. യുധിഷ്ഠിരന്റെ ആ വളർച്ച തന്റെ കൂടി വളർച്ചയാണ്, തന്റെ കൂടെ ഹിതമാണ്, ലോകത്തിന്റെ ഹിതമാണ് എന്ന ജ്ഞാനം ദുര്യോധനൻ ഇല്ലാതെ പോയപ്പോ കാമക്രോധാദികൾ ഈ അജ്ഞാനത്തിന്റെ ബലത്തിൽ പർവ്വതാകാരമായി വളരുന്നു. മഹാഭാരതത്തിന്റെ ഈ കഥകൾക്കുള്ളിൽ ഗീതാശ്ലോകങ്ങൾ, അതിലെ സന്ദേശങ്ങൾ, അതിലെ തത്വങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി കാണാം. എന്തുകൊണ്ട് ദുര്യോധനൻ ഇപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു? മറ്റാരും ഇപ്പോൾ ഇങ്ങനെ ചിന്തിച്ചില്ലല്ലോ. കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ. അതാണ് അതിന്റെ വ്യക്തമായിരിക്കുന്ന കാരണം. അതുകൊണ്ട് അല്ലയോ അമ്മാവ, ഞാൻ വളരെയേറെ വേദനിക്കുന്നു. അവിടെ നടന്ന സംഭവങ്ങൾ അമ്മാവൻ ഓർക്കുന്നില്ലേ? പശ്യസത്വത മുഖ്യേന ശിശുപാലോ നിപാതിതഃ. അവിടെ ആ യജ്ഞം ആരംഭിക്കുമ്പോഴേക്കും ഒരു ക്രൂരകർമ്മം നടന്നു. എന്താ? ശ്രീകൃഷ്ണൻ സാത്വത മുഖ്യൻ, ആ വൃഷ്ണി വംശത്തില്
വളരെയേറെ ശ്രേഷ്ഠനായിരിക്കുന്ന കൃഷ്ണൻ, അവരുടെ എല്ലാം അധിപനായിരിക്കുന്ന കൃഷ്ണൻ, എല്ലാവരുടെയും മുന്നിൽ വച്ചിട്ട് ചേതിവനായിരിക്കുന്ന ശിശുപാലനെ സംഹരിച്ചു ചക്രായുധം കൊണ്ട്. ആ യജ്ഞം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പാണ്. യജ്ഞം ആരംഭിക്കുന്ന അവസരത്തിൽ അവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളെയും പൂജിക്കണം. ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, അങ്ങനെ പൂജിക്കുമ്പോ ഓരോരുത്തരെയായിട്ടാണല്ലോ പൂജിക്കുക. അപ്പൊ അതിനൊരു ക്രമം വേണം. ആദ്യം പൂജിക്കേണ്ടത് ആ വന്നിരിക്കുന്ന ആളുകളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠനായ ആളിനെയാണ്. അപ്പോൾ യുധിഷ്ഠിരൻ പിതാമഹനോട് ചോദിച്ചു, ആർക്കാണ് അഗ്രപൂജ നൽകേണ്ടത് എന്ന്. ഭീഷ്മൻ പറഞ്ഞു, രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, വാസുദേവ കൃഷ്ണനാണ് അതിനർഹൻ. അദ്ദേഹത്തെ ആദ്യം പൂജിക്കുക, അത് കഴിഞ്ഞ് ബാക്കി എല്ലാ തിഥികളെയും പൂജിക്കുക. അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവും അനുജന്മാരും എല്ലാം ചേർന്നിട്ട് കൃഷ്ണനെ പൂജിക്കാൻ തുടങ്ങുകയാണ്. ആ പൂജാകർമ്മങ്ങളെല്ലാം സഹദേവൻ ചെയ്തു. ഇത് കണ്ട് എല്ലാവരും സന്തോഷിച്ചു. ക്രോധിച്ച ഒരാളുണ്ടായിരുന്നു, പണ്ട് മുതലേ തന്നെ കൃഷ്ണനെ എതിർത്തു പോകുന്ന, നിരന്തരം കൃഷ്ണനെ ചീത്ത പറഞ്ഞു പോകുന്ന ശിശുപാലൻ. ശിശുപാലൻ ഇപ്പോൾ 100 തവണയിലേറെയായിരിക്കുന്നു കൃഷ്ണനെ അധിക്ഷേപിക്കാൻ തുടങ്ങിയിട്ട്. അവിടെ വെച്ചിട്ട് കൃഷ്ണൻ ചക്രായുധം കൊണ്ട് ശിശുപാലനെ സംഹരിച്ചു. ശിശുപാലന്റെ ശരീരത്തിൽ നിന്നിട്ട് ഒരു തേജസ് ഉയർന്ന് കൃഷ്ണനിൽ പോയി ലയിക്കുന്നതും എല്ലാവരും അത്ഭുതത്തോടുകൂടി കണ്ടു. ദുര്യോധനൻ പറയുന്നു, ശിശുപാലനെ കൊന്നത് അങ്ങ് കണ്ടതല്ലേ അമ്മാവ? ആ അവസരത്തില് എന്റെ ഹൃദയത്തിൽ ഭയങ്കരമായ ദ്വേഷമുണ്ടായി കൃഷ്ണൻ അത് ചെയ്തപ്പോ. രാജാക്കന്മാരുടെ മഹാസഭയിൽ വെച്ചാണത്. അപ്പോൾ അവിടെ താനാണ് ഏറ്റവും വലിയ ആള് എന്ന് കൃഷ്ണൻ തന്റെ കർമ്മത്തിലൂടെ തെളിയിച്ചും കൂടെ കഴിഞ്ഞിരിക്കുന്നു. അതെങ്ങനെ ഞാൻ സഹിക്കും? നചതത്ര പുമാനാസീത് കശ്ചിത്തസ്യ പദാനുഗ. ആ ശിശുപാലന് വേണ്ടി വാദിക്കാൻ, ആ ശിശുപാലന് വേണ്ടി കൃഷ്ണനെ എതിർക്കാൻ, കൃഷ്ണനോട് യുദ്ധം ചെയ്യാൻ ആ കൂട്ടത്തിൽ ഒരൊറ്റ ആളും ഉണ്ടായില്ല. ആരും എതിർത്തില്ല, എല്ലാവരും അത് അംഗീകരിച്ചു. അങ്ങനെ കൃഷ്ണന്റെ പാണ്ഡവരുടെ ഏകഛത്രാധിപത്യം അത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ആരും അതിനെ എതിർത്തില്ല, ഒരു വാക്ക് ചോദിച്ചില്ല. ഇതാണ് ദുര്യോധനൻ ശകുനിയോട് പറയണേ. അപ്പോ കുറ്റം മുഴുവൻ അവിടെ ഇരുന്ന ആളുകൾക്കാണ് ദുര്യോധനന്റെ അഭിപ്രായത്തില്. എന്നാൽ ഇത് പറയുന്ന ദുര്യോധനൻ തന്റെ കുറ്റം, ഇങ്ങനൊരു അഭിപ്രായം തനിക്കുണ്ടെങ്കിൽ, മറ്റുള്ളവർ എതിർക്കണമായിരുന്നു എന്ന അഭിപ്രായം തനിക്കുണ്ടെങ്കിൽ ആദ്യം എതിർക്കേണ്ടത് താനല്ലേ? മറ്റേ ആളുകളിൽ നിന്നിട്ട് തനിക്ക് എന്താ വ്യത്യസ്തത? അപ്പോ ഇത് തെറ്റാണ് എന്ന് ദുര്യോധനന് ബോധ്യമുണ്ടായെങ്കിൽ മറ്റുള്ളവരെ ആരും എതിർത്തില്ല എന്ന് പറഞ്ഞ് എന്തിന് കുറ്റം പറയുന്നു? തന്നെ തന്നെയല്ലേ കുറ്റം പറയേണ്ടത്? താൻ എന്തുകൊണ്ട് എതിർത്തില്ല? ഈ ചോദ്യം അവിടെ കിടക്കുന്നു. ഇതാണ് ആസുരീ ബുദ്ധികൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം തന്നെ മികവുറ്റവനായി ചിത്രീകരിച്ചും കുറ്റം മുഴുവൻ, പഴി മുഴുവൻ മറ്റുള്ളവരുടെ പടലിൽ ചാരിയും ഒക്കെ ആയിരിക്കും. അവിടെ ഒരൊറ്റയാളും ചോദിക്കാനുണ്ടായില്ല, താൻ ചോദിക്കാൻ എണീറ്റില്ല എന്നുള്ള കാര്യം ദുര്യോധനൻ ഭംഗിയായിട്ട് മറന്നു വച്ചിരിക്കുന്നു. ദഹ്യമാനാഹി രാജാനഹ. എന്തുകൊണ്ട് ആരും എതിർത്തില്ല? അതിന് കാരണവും ദുര്യോധനൻ പറയാണ്. ദഹ്യമാനാഹി രാജാന പാണ്ഡവോത്ഥേന വന്നിന. ആ രാജാക്കന്മാര് പാണ്ഡവന്മാരുടെ, അവർ കത്തിച്ചുവിട്ട അവരുടെ ശക്തിയുടെ ആ തീയുണ്ടല്ലോ, അവരുടെ സ്വാധീനത്തിന്റെ ആ തീയ്, അവരുടെ ആധിപത്യത്തിന്റെ ആ തീയ്, അതിൽ ദഹിക്കുന്നവരായിരുന്നു അവരെല്ലാം. പാണ്ഡവന്മാരെ പേടിച്ചിരിക്കുക. അർജുനന്റെ വില്ലിനെയും ഭീമന്റെ ഗദയെയും ഒക്കെ അവർ പേടിച്ചിരിക്കുക. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഇത് അപരാധമാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത്? അവർക്ക് മനസ്സിലായിട്ടുണ്ട്, എങ്കിലും അവർ മിണ്ടിയില്ല. ക്ഷന്തവന്തോപരാധം തേ കോഹി തക്ഷന്തുമർഹതി.
അവരെല്ലാം ആ അപരാധത്തെ അങ്ങ് ക്ഷമിച്ചു. ആരൊരക്ഷരം മിണ്ടിയില്ല. ഈ ലോകത്തിൽ ആർക്കെങ്കിലും ഈ രീതിയിലുള്ള അപരാധം ക്ഷമിക്കാൻ പറ്റുമോ? എല്ലാവരും ഒരു യജ്ഞത്തിന് വേണ്ടി കൂടിയിരിക്കുന്നു. അവിടെ വെച്ചിട്ട് ഒരാളിനെ, ശിശുപാലനെ വധിക്കുക. ശിശുപാലൻ കൃഷ്ണനെ അധിക്ഷേപിച്ചത് കൊണ്ടാണ്. പക്ഷെ അതൊന്നും ദുര്യോധനന് പ്രസക്തമല്ല. അതൊന്നും ദുര്യോധനൻ മിണ്ടുന്നില്ല. ആ തെറ്റ് എല്ലാവരും ക്ഷമിച്ചു. യഥാർത്ഥത്തില് ആർക്കാ അത് ക്ഷമിക്കാൻ കഴിയുക? എങ്കിൽ ദുര്യോധനൻ എന്തുകൊണ്ടാണ് ക്ഷമിക്കാതെ അപ്പോൾ പടക്കളത്തിൽ ഇറങ്ങാത്തത്? ആ ഒരു ചോദ്യം കിടപ്പുണ്ട് അവിടെ. പക്ഷേ ദുര്യോധനൻ അതൊന്നും ചിന്തിക്കുന്നില്ല. ഇനിയോ അവിടെ രാജാക്കന്മാര് പകരം എന്താ ചെയ്തേ? തഥാഹിരത്നാന്യാദായ വിവിധാനി നൃപം ഉപാതിഷ്ഠന്ത കൗന്ദേയം വൈശ്യായിവ കരപ്രദാഹ. മറ്റ് രാജാക്കന്മാരെല്ലാം എന്താ ചെയ്തേ? അവരെല്ലാവരും പല പ്രകാരത്തിലുള്ള രത്നങ്ങൾ, സ്വർണം, ഇങ്ങനെയുള്ള വിശിഷ്ട വസ്തുക്കൾ വലിയ 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 ഭാണ്ഡങ്ങളായിട്ട് കുന്നുകൾ പോലെ അവിടെ കൊണ്ടുവന്ന് യുധിഷ്ഠിര മഹാരാജാവിന്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെ സേവിക്കുകയായിരുന്നു, അദ്ദേഹത്തെ പ്രശംസിക്കുകയായിരുന്നു.